നാരദ മഹർഷിക്ക് നൃത്തം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നാരായണ നാരായണ, കൽപ്പിച്ച് ക്ഷമിക്കണം. ഇത്തരം ദൂർത്തുകളൊന്നും നാരദ മഹർഷിക്ക് ഇഷ്ടമല്ലെന്ന് ദേവേന്ദ്രൻ അറിഞ്ഞുകൂടി. ഇന്ദ്രന്റെ കാലുതിരുമ്മിയും കൈമണിയടിച്ചും കഴിയുന്ന ബൃഹസ്പതിക്ക് അങ്ങനെയൊക്കെ തോന്നും. കലഹകുതിയായ നാരദരെ ഇത് ഇന്നിവിടെ വെച്ച് വേണോ, വിശേഷിച്ച് പുണ്യദിനത്തിൽ? ദുർവാസാവ് ക്ഷമിക്കണം. ദിവസം ഒരു നേരത്തെ പൂജയോ നിവേദ്യമോ ലഭിക്കാത്ത നിത്യപട്ടിണിക്കാരായ ദേവന്മാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. നാരദരെ, ഇത് അടിയൻ പറയുന്നതല്ല. ഇന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്ത്? നമുക്കെതിരെ വിമോചന സമരമോ? ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജർഷിയാണെന്ന് പറഞ്ഞ് ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഒരതിര് വേണം. അഴിമതി തുറന്നു പറയുന്നത് അഹങ്കാരമാണോ മഹർഷി? നാരദൻ ദേവന്മാരെ തമ്മിലടിപ്പിക്കാൻ അഡ്വാൻസും വാങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻ നയിക്കുന്ന ഈ ഇന്ദിരാ കോൺഗ്രസിനുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന നാരദനെ ഈ സഭയിൽ നിന്ന് പുറത്താക്കണം. യാജ്ഞവൽക്യൻ അതിനാളായിട്ടുണ്ടോ? നാരദരെ, അടിയൻ ഉടനെ യാത്രയാവുകയാണ്. എങ്ങോട്ട്? വൈകുണ്ഠത്തേക്ക്. എന്തിനെ? സൃഷ്ടിസ്ഥിതി സംഹാരകനായ ആ പരമ്പൊരുളിനെ കണ്ട് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കാനുണ്ട്. മഹാവിഷ്ണു സ്ഥലത്തില്ല, അദ്ദേഹം ഫോറിൻ ടൂറിലാ. ദേവേന്ദ്ര, നാരദന്റെ ഈ പോക്ക് നമുക്ക് അപകടമാണ്. നമുക്ക് ഉടനെ വൈകുണ്ഠത്തിലെത്തണം. ആരെവിടെ? മാതിരി ഒരു തേരെടുക്കാൻ പറയൂ. തേര് വേണ്ട. നമുക്ക് പയൽസിന്റെ സുഖം കൂടിയിരിക്കുന്നു. അധിക നേരം ഇരിക്കാൻ പറ്റില്ല. പുഷ്പകം തന്നെ വരട്ടെ. പുഷ്പകമെങ്കിൽ പുഷ്പകം. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളായെന്ന് നാം ഇതുവരെ അറിഞ്ഞില്ല. ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ദ്രനേക്കാൾ തണ്ടു അഹങ്കാരവും അയാളുടെ ഭാര്യ ഇന്ദ്രാണിക്കാണ്. ശരിയാ, കഴിഞ്ഞ സ്വർഗവാതിൽ ഏകാദശി കണ്ടപ്പോ അവളുടെ ഗമയൊന്ന് കാണണമായിരുന്നു. ശ്രീദേവി ഇന്ദ്രാണിയെ ശരിക്കും പഠിച്ചിരിക്കുന്നു. അസൂയ സ്ത്രീകളുടെ കൂടപ്പുറപ്പാണെന്ന് അറിയില്ലേ നാരദരെ? അതിരിക്കട്ടെ, ദേവലോകത്ത് പകരം ഏത് വിധത്തിലുള്ള ഭരണക്രമമാണ് നാരദർ ഉദ്ദേശിക്കുന്നത്? കേരള ഭരണത്തെക്കുറിച്ച് പലതും പഠിക്കാനുണ്ടെന്ന് കേട്ടു. പറഞ്ഞു കേട്ടത് കൊണ്ടായില്ല, നേരിട്ട് കണ്ട് അനുഭവിച്ചറിയണം. അവിടെ നിന്നും വന്ന ചില പ്രമുഖ നേതാക്കൾ യമപുരിയിലുണ്ടെന്നറിഞ്ഞു. അടിയൻ ഉടനെ അങ്ങോട്ട് യാത്രയാവുകയാണ്. കഴിവതും വേഗം നാരദർ യമലോകത്ത് പോയി വരൂ. ചിത്രഗുപ്ത, അടിയൻ. എന്ത്? യമപുരിയിലും അഴിമതിയോ? ഇല്ല ധർമ്മരാജൻ. പിന്നെ ആ ബ്ലേഡ് കമ്പനിക്കാരന്റെ ഫയൽ എവിടെ? ലഗ്ജറി പേരുണ്ട്. അവന്റെ ആത്മാവ് എവിടെ? അടിയൻ. ഓ, ആരാണിവൻ? ഇയാളൊരു മുൻ മന്ത്രി. ഓഹോ. ഒരു തവണ മന്ത്രിയും ഒന്നിലധികം തവണ MLA-യുമായിരുന്ന ബഹുജന നേതാവ്. ഇവൻ ചെയ്ത കുറ്റം? പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, വെറും കൈയുമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ഇപ്പൊ കോടീശ്വരനാ. ഓ, അപ്പടിയാ. ഇവനെ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില, സ്റ്റോക്ക് ഇല്ല. എങ്കിൽ പാമായിലോ സസ്യ എണ്ണയിലോ പൊരിക്കട്ടെ. വിറകിന് സ്വർണത്തിനേക്കാൾ വില കൂടുതലാ, ഗ്യാസ് കിട്ടാനും ഇല്ല. അതെല്ലാം കിട്ടുന്നതുവരെ ഇവനെ നരകത്തിലിട്ടേക്കൂ. എനിക്ക് ഇങ്ങോട്ട് വാങ്ങിയ ശീലമുണ്ട്, അങ്ങോട്ട് കൊടുത്ത് പരിചയമില്ല. ശരി, തൽക്കാലം താൻ എന്റെ പ്രൈവറ്റ് റൂമിൽ ചെന്നിരിക്കും. വൈകിട്ട് ആപ്പീസ് സമയം കഴിഞ്ഞ് ഒരു സൈഡ് റൂമെങ്കിലും തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആരാണിവൾ? ഒരു ക്യാബറെ നർത്തകി. ക്യാബറയോ എന്ന് വെച്ചാൽ? തുണി അഴിച്ചിട്ടാട്ടം. തുണിയില്ലാതാടുകയോ? ചിത്രഗുപ്ത. പ്രഭു, അടിയൻ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ പഠിച്ചവളാണ്. പിന്നെ എന്തിന് തുണിയില്ലാതെ ആടി? ആളുകൾക്ക് തുണി വേണ്ട. നിർത്തു. നാരായണ. നമസ്കാരം. വരിക നാരദരെ, വരിക. നാരദർ വരുന്ന വിവരം വൈകുണ്ഠനാഥൻ വയർലെസ് വഴി നമ്മെ അറിയിച്ചു. അടിയന്
കേരളത്തിൽ നിന്ന് വന്ന ശ്രീമാന്മാർ പട്ടം താണുള്ള എം.എൻ. ഗോവിന്ദൻ നായർ, ശ്രീകണ്ഠൻ നായർ, A.K.G., T.V. തോമസ്, T.K. ദിവാകരൻ തുടങ്ങിയവരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അവരെല്ലാം സ്പെഷ്യൽ വാർഡിലെ AC റൂമുകളിലുണ്ട്. ചിത്രഗുപ്ത, പ്രഭു, നാരദരെ കൂട്ടിക്കൊണ്ടുപോകൂ. കൽപ്പന പോലെ. അടിയൻ പോയി വരാം. അയ്യോ, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചതാ. ഇടുക്കൻ സ്കോറത്രയായി? എന്തു പറ്റി നാരദരെ? സാരമില്ല, കുട്ടികളല്ലേ. മുരുക, നിനക്ക് കുസൃതി കുറെ കൂടുന്നുണ്ട്. ഞാനല്ലേ വിനായകൻ ചേട്ടനാ. ആ മക്കളെ, ദൂരെ പോയി കളിക്കൂ. മഹർഷേ, എന്താ ഇങ്ങനെ ഈ അനവസരത്തിൽ? ക്ഷമിക്കണം ശൈലജെ, പ്രശ്നം ഗുരുതരം. നാരദരെ, വിവരങ്ങളൊക്കെ ദേവേന്ദ്രൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. മഹാദേവ, അങ്ങ് ഉടനെ വിഷ്ണുദേവനെ കാണണം. നാരദ യമലോകത്ത് പോയി കേരള ഭരണത്തെ കുറിച്ച് പഠിച്ചോ? പറഞ്ഞു കേട്ടിടത്തോളം ഇത്രയും നല്ലൊരു ഭരണം ഭൂലോകത്ത് മറ്റൊരിടത്തുമില്ലത്രേ. ശരി, പുതിയ പരിപാടികളെ കുറിച്ച് നമുക്ക് വിഷ്ണുദേവനുമായി ചർച്ച ചെയ്യാം. നാരദരെ, ദേവലോകത്ത് സോഷ്യലിസം സ്ഥാപിക്കാൻ കണ്ടെത്തിയിട്ടുള്ള പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു കരടുരേഖ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ബാക്കി ചർച്ച ചെയ്ത് പൂർണ്ണമാക്കാം. വായിക്കൂ, കേൾക്കട്ടെ. ഇന്ദ്രസഭ പിരിച്ചുവിട്ട് ദേവലോകത്ത് ഉടനടി ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തണം. എന്ത്? ഇന്ദ്രലോകത്ത് ഇടക്കാല തിരഞ്ഞെടുപ്പോ? അതിനു മുമ്പ് ദേവേന്ദ്രന്റെ കഴിഞ്ഞകാല ചെയ്തികളെ കുറിച്ച് ഒരു ഏകാംഗ കമ്മീഷനെ കൊണ്ട് പരസ്യാന്വേഷണം നടത്തിക്കണം. അന്യായം, അഹങ്കാരം. അന്വേഷണം പൂർത്തിയാകും വരെ ദേവേന്ദ്രൻ ഇന്ദ്രലോകം വിട്ട് പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും വിസയും കണ്ടുകെട്ടണം. ഇന്ദ്രന്റെ പുഷ്പക വിമാനം പിടിച്ചെടുത്ത് ഇന്ത്യൻ എയർലൈൻസിനെ ഏൽപ്പിക്കണം. ദേവേന്ദ്രൻ ആട്ടോറിക്ഷയിൽ സഞ്ചരിക്കണോ മഹർഷേ? ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു പുതിയ മാരുതി കാർ വാങ്ങിക്കൊടുക്കണം. ഐരാവതം വന്ന വെള്ളാനെ വല്ല കൂപ്പ് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് തടി പിടിപ്പിക്കണം. ഐരാവതവും ഉച്ചൈസ്രവസ്സും ദേവലോകത്തെ പൊതുസ്വത്തുക്കളല്ലേ മഹർഷേ? അത് ഇന്ദ്രൻ മാത്രം കൈയടക്കി വെക്കുന്നത് ശരിയാണോ മഹാദേവ? ദേവലോകത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് പണം വേണ്ടേ നാരദരെ? അതിന് വഴിയുണ്ട്. ഉർവശി മേനകമാരെ നായികമാരാക്കിക്കൊണ്ട് ഒരു ഫിലിം നിർമ്മിക്കുക. ദേവേന്ദ്രൻ തന്നെ നായകൻ. ഐഡിയ. ആ പടം 100 days sure. അന്യായം, അധർമ്മം. ഇപ്പോഴിവിടെ നടക്കുന്നത് ന്യായവും ധർമ്മവും ഒക്കെ തന്നെയാണല്ലോ. ഇന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ദാസീപുത്രനെ വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുമാതിരി തന്തയില്ലായ്മ പറയരുത്. ഓർഡർ, ഓർഡർ. ഈ പരാമർശം സഭാ നടപടികളിൽ നിന്ന് നാം നീക്കം ചെയ്യുന്നു. കക്ഷിയെതിരായിരിക്കുന്ന മഹാവിഷ്ണു പ്രതിപക്ഷം ചേർന്നിരിക്കുന്നു. ദേവേന്ദ്ര, ഇനി നാം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. വരൂ. വരീൻ. അതെ, ഒരുത്തനെയും വിടത്തില്ല. അങ്ങനെയല്ല. പോകുന്നവർ പോകട്ടെ. നാരദരെ, സോഷ്യലിസം പഠിക്കാൻ നാം ആരെയാണ് കേരളത്തിലേക്ക് അയക്കുന്നത്? കൽപ്പിച്ചനുഗ്രഹിച്ചാൽ അടിയൻ പോയി വരാം. ഒരു കാര്യം, കേരളത്തിലെത്തിയാൽ ഇന്നിവിടുള്ള ദൈവീയ ശക്തിയും സിദ്ധികളും ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ദേവലോകത്തിന്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അടിയൻ തയ്യാറാണ്. കാലവിളംബം കൂടാതെ നാരദർ കേരളത്തിലേക്ക് പോയി വരും.